to Bandhaje. നമ്മുടെ ഇന്നത്തെ യാത്ര ബന്ധാജെ വാട്ടർഫാൾസിലേക്കാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഹൃദയത്തിൽ കർണാടകയിലെ ചിക്കമംഗ്ലൂരിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ട്രക്കിംഗ് ഡെസ്റ്റിനേഷൻ. 14 കിലോമീറ്ററോളം നടക്കാനുള്ള ഈ യാത്രയിൽ നല്ലൊരു ഓഫ് റോഡ് റൈഡും പഴയ കാലത്തിൻ്റെ പ്രതാപത്തോടെ നിൽക്കുന്ന ബലരായന ദുർഗ ഫോർട്ടും പച്ചപ്പ് നിറഞ്ഞ മലമടക്കുകളും ബന്ധാജെ വാട്ടർഫാൾസും നമ്മളെ വരവേൽക്കും. ട്രക്ക് കടന്നു പോകുന്നത് ബലരായന ദുർഗ കോട്ടയുടെ വഴിയിലൂടെയാണ്. ചരിത്രത്തിൻ്റെ ചുവട് പിടിച്ചുള്ള ഒരു സുന്ദരമായ യാത്ര. അവിടെ നമുക്ക് ചുറ്റും വിരിയുന്ന പ്രകൃതിയുടെ ഭംഗി ഒരിക്കലും മറക്കാനാകില്ല. കുറേ നടന്ന് കോടമഞ്ഞൊക്കെ കണ്ട് ഒരു മലമുകളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതൊരു വേറെ ഫീലിംഗ് ആണ്. അതെ, ബന്ധാജെ ട്രക്ക് പ്രകൃതിയുമായി ചേരാനുള്ള സാഹസികരുടെ ഒരു അനുഭവ യാത്രയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ അനുഭവിക്കേണ്ട യാത്ര. ഹായ്, വെൽക്കം ടു ബാക്ക് പാക്ക് സ്റ്റോറീസ്. നമ്മളിന്ന് ബന്ധാജെ വാട്ടർഫാൾ ട്രക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പം കുറേ നല്ല വിഷ്വൽസൊക്കെ ഉണ്ട്, നല്ല എന്താ പറയുക കാഴ്ചകളൊക്കെ കാണാം. അപ്പം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ മൊത്തത്തിൽ വാച്ച് ചെയ്യൂ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അങ്ങനെ നമ്മൾ മനോഹരമായ ബന്ധാജെ ട്രക്ക് ചെയ്യാൻ വന്ന നമ്മളിപ്പം ഉള്ളത് ഒരു ഹോം സ്റ്റേയിലാണ്, ഹുളിഗട്ടെ ഹോം സ്റ്റേ. അപ്പോൾ ഇതൊരു പഴയ ഹോം സ്റ്റേ ആണ്, ഒരു വലിയ മൗണ്ടൈന് മുകളിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ മുകളിൽ നിന്നുള്ള ഇതിൻ്റെ കാഴ്ച. ഇവിടുന്ന് നാളെ വണ്ടി എടുത്തിട്ട് ട്രക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാനാണ് പ്ലാൻ. എന്നിട്ട് അവിടുന്ന് രാവിലെ ഒരു 7:30-8 മണിയാകുമ്പോൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ രാവിലെ തന്നെ നല്ല ഇഡ്ഡലിയും സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ടാണ് ട്രക്കിങ്ങിന് പോകേണ്ടത്. ഈ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്ക് കഴിക്കാനുള്ള ലഞ്ചൊക്കെ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കും, അതാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം എല്ലാം വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മളെ വണ്ടി. ഈ വണ്ടിയിൽ ബന്ധാജയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ പോകും. ബന്ധാജ ടീം കം ഓൺ, ടാറ്റാ. നമ്മള് ഹോം സ്റ്റേന്ന് ഇറങ്ങി വരുന്നത്. പിന്നെ ഈ ട്രക്കിന് ഫോറസ്റ്റ് ഓഫീസിന്റെ പെർമിഷൻ അത്യാവശ്യമാണ്. ആ പെർമിഷൻ എങ്ങനെയാണ് എടുക്കാന്ന് വീഡിയോയിലെ മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞു തരാം. മുഖത്തെ പേടി മാറ്റിട്ട് ചോദിക്കും. കണ്ടോ, ഇവിടെ നമ്മൾ ഓഫ് റോഡാണ്. അപ്പോൾ 2 ആൾക്കാർ ഇറങ്ങിയിട്ട് കയറാനുള്ള പരിപാടി, അല്ലാതെ ഫുൾ റോഡിൽ നമ്മൾ കയറുന്നില്ല. മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ റാണി ചെറിയുടെ വ്യൂ പോയിന്റ് കിട്ടും. അവിടെ നമുക്ക് ട്രക്ക് ചെയ്ത് എത്തി. മഴ പെയ്ത് തോർന്നോ? ഈ ബന്ധാജെ ട്രക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പാസ് എടുക്കണം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയ വെബ്സൈറ്റാണ് aranyavihara.karnataka.government.in. ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ട്രക്കുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് പോകേണ്ട ട്രക്ക് ഏതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഈ പർട്ടിക്കുലർ ട്രക്ക്. ഇപ്പം നമ്മൾ ബന്ധാജെ വാട്ടർഫാൾസ് ട്രക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ആ വാട്ടർഫാൾസ് ഇപ്പം അടുത്ത സാറ്റർഡേയിലേക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചെക്ക് അവൈലബിലിറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ കിട്ടും. അപ്പം 300 ആൾക്കാരെയാണ് ഒരു ദിവസം ഇനി അലോ ചെയ്യുക. അപ്പം 157 ആൾക്കാർ ആൾറെഡി ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ 6 മണി മുതൽ 11 മണി വരെയാണ് ഈ റിപ്പോർട്ടിംഗ് ടൈം. ഇതിനിടയ്ക്ക് നമ്മൾ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബുക്ക് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ലോഗിൻ ചോദിക്കും. അപ്പോൾ അതിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഈ ട്രക്കിങ്ങിൻ്റെ സ്ലോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബുക്ക് നൗവിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്കാണ് ഏത് ഡേറ്റിനാണ് ആ ഡീറ്റെയിൽസൊക്കെ ഇവിടെ വരും. എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. നമ്മൾ എത്ര ആൾക്കാരാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം.
ഇവിടുത്തെ ഇതിൻ്റെ ഈ ബന്ദാജ ട്രക്കിൻ്റെ പൈസ എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. 12 വയസ്സിന് മുകളിലാണെങ്കിൽ 150 രൂപയും വീക്കെൻഡും 150 രൂപയാണ്. 18 വയസ്സിന് മുകളിലാണെങ്കിൽ 300 രൂപ. അതാണ് ഈ ട്രക്കിൻ്റെ ചാർജ്. അപ്പോൾ ഒരാൾക്ക് അഡൽട്ടിന് ഒരു 300 രൂപ ചാർജ് ആവും. കുട്ടികളാണെങ്കിൽ 150 രൂപ. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിലിൽ വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ബന്ദാജ ട്രക്ക് ബുക്ക് ചെയ്യുക. ഇതാണ് ഇവിടെ ചെക്കിംഗ് പോയിൻ്റ്. ടിക്കറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ചെക്കിംഗ് ഉണ്ട്. ടിക്കറ്റ് ശ്രീനാഥ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് പോയിൻ്റ്. ഇവിടെ ഗേറ്റൊക്കെ ഉണ്ട്. വണ്ടിയൊന്നും അതിൻ്റെ അപ്പുറം വരില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു 16 ആൾക്കാരുണ്ട്. ഇവിടെ ബാംഗ്ലൂർ ഒരു സഞ്ചാരി ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരാണ്. ബന്ദാജ ട്രക്കിംഗ് പോയിന്റിൽ എത്താൻ 2 വഴിയാണുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 320 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താം. ബാംഗ്ലൂർ, ഹസൻ, ബേലൂർ, മുടികരെ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ സുങ്കസാല എന്ന് പറഞ്ഞ ഒരു വില്ലേജിലെത്തും. അവിടെ നിന്ന് ജീപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രക്കിംഗ് പോയിന്റിലേക്ക് വരാം. പിന്നെയുള്ളത് മാംഗ്ലൂർ വഴിയാണ്. ഒരു ഈ 125 കിലോമീറ്റർ മാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും. ലാസ്റ്റ് ഒരു പോയിന്റ് കുറച്ച് ഓഫ് റോഡിങ് പോയിന്റ് ആണ്. അപ്പോൾ അവിടെ ഒരു പാർക്കിംഗ് പോയിന്റ് ഉണ്ട്. അവിടെ വണ്ടി വെക്കേണ്ടി വരും. 4x4 ഉണ്ടെങ്കിൽ മാത്രമേ ട്രക്കിംഗ് പോയിന്റ് വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബല്ലരാന ദുർഗ ട്രക്കിൽ ഇങ്ങനെ ഒരു പോയിന്റിൽ ഇവിടെ എത്തും. ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്കും കാണാം ലെഫ്റ്റിലേക്കും കാണാം. ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വഴിയാണ്. നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുത്തിട്ട് പോയി, കാരണം ഈ റൈറ്റിലുള്ളത് അങ്ങനെ അവിടെ എത്തുന്നതാണ് ഒരു അസംഷൻ. എന്തായാലും പോയി നോക്കാം. അപ്പം അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പുകളുണ്ട്. അതായത് ഇതേപോലെ ഓൾ ട്രയൽസ് എന്നൊക്കെ പറഞ്ഞ ആപ്പുണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ റൂട്ടും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ഫോറസ്റ്റിനകത്തൊക്കെ ഓഫ്ലൈൻ മാപ്പായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അവർ വഴി തെറ്റി എല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. അപ്പം നമ്മൾ മാപ്പ് നോക്കി, മാപ്പിൽ കണ്ടോ അത് ഇവിടെ ND ആണ്. ഓൾ ട്രയൽസിൽ മാപ്പ് ലോഡായി. അതൊരു ആപ്പാണ്. അപ്പം ഈ ലെഫ്റ്റിലുള്ള വഴി അവിടെ ND ആണ്. ഈ റൈറ്റിലുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതുണ്ട്, അതാണ് നമ്മൾ കയറി വന്ന സ്ഥലം. ഇങ്ങനെ ഈ ട്രയൽ ഇങ്ങനെ വരിക. അപ്പോൾ ഇവിടുത്തെ വ്യൂ കണ്ടേ, എന്ത് പച്ചപ്പാണ്. ഇത് നമ്മൾ നടന്നിട്ടൊരു അടിപൊളി വ്യൂ പോയിന്റ് എത്തി. അങ്ങ് കാണുന്നതാണ് റാണിച്ചെറി വ്യൂ പോയിന്റ്. ഈ ട്രക്കിംഗ് ട്രയൽസിൻ്റെ മൊത്തം ദൂരം 14 കിലോമീറ്റർ ആണ്. ഈ 14 കിലോമീറ്ററിൽ 2 മെയിൻ പോയിൻ്റാണുള്ളത്. ഒന്ന് ബന്ദാജെ വാട്ടർഫാൾസും രണ്ടാമത്തേത് ബലരായന ദുർഗ ഫോർട്ടും. ഈ ബലരായന ദുർഗ ഫോർട്ടാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഒരു കാലത്ത് രാജാക്കന്മാരുടെ സൈനിക ശക്തിയുടെ ഒരു അടയാളമായിരുന്നു ഈ കോട്ട. 16-ാം നൂറ്റാണ്ടിൽ കേലടി രാജവംശം, അതായത് കേലടി നായകാസ് എന്നാ പറയാം, അവരാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കോട്ടയുടെ കല്ലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നീട് ഈ കോട്ട ടിപ്പു സുൽത്താൻ്റെ അധീനതയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി. എന്ത് ബ്യൂട്ടിഫുൾ ആണ് അറിയാം. നല്ല പച്ചപ്പും വെയിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചത് ഇതൊരു ചെറിയ കോട്ടയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇത് വലിയ ഒരു കോട്ടയാണ് കേട്ടോ. അപ്പം ഇവിടെ കുറേ കണ്ടോ, ഈ കിടക്കുന്ന കല്ലുകളൊക്കെ ആ കോട്ട മതിലുകളാണ്. അതിങ്ങനെ പോയി ഇത് ആ സൈഡിലൂടെ പോയിട്ട് അങ്ങ് പോകും. അവിടെ കുറച്ച് പോയിന്റുകളൊക്കെ വാച്ച് ടവർ പോലെയുള്ള പോയിന്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങ് പോവുകയാണ്. കിലോമീറ്റർ കണക്കാ ആ എന്താ പറയുക കോട്ടമതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ഹ്യൂജ് കൺസ്ട്രക്ഷൻ ആയിരുന്നു പണ്ട് കാലത്ത് ഈ കോട്ട. എൻ്റെ മോനെ, മലകൾ മൊത്തം എന്താ പറയുക കോട്ടമതിൽ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കുട്ടി ചൈന വൻമതിൽ പോലെയൊക്കെ ഒരു ഫീൽ വരുന്നുണ്ട് കേട്ടോ ഈ ക്ലിപ്പിന് മുകളിലൂടെ ഇത് കിടക്കുന്ന കാണുമ്പോൾ. പക്ഷേ ഇതൊക്കെ കാലഹരണപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ്റനൻസ് ഒന്നും നടക്കുന്നില്ല. കൊണ്ട് ഫുള്ള് കാട് കയറി കിടക്കുകയാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു വഴി പോലും ഇല്ല അങ്ങോട്ടൊന്നും പോകാൻ. അപ്പോൾ ഇത് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു മെയിൻ്റെയിൻ ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നതിന് മുമ്പേ കാണാണ്ടവരൊക്കെ വന്ന് കണ്ടോളൂ. ഈ കാണുന്നതാണ് ബല്ലരായന ദുർഗ ഫോർട്ടിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ. എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കിയേ. ഫുള്ള് പച്ചപ്പറന്ന കാർപ്പറ്റ് വിരിച്ച പോലെയുണ്ട്. മൺസൂൺ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ഒക്ടോബർ സെപ്റ്റംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വ്യൂ കിട്ടുമേ, ഈ നല്ല വ്യൂ കിട്ടും. അപ്പം നമ്മൾ സെപ്റ്റംബറിലാണ് വന്നിരിക്കണേ. അപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ല പച്ചപ്പ് പറഞ്ഞ വ്യൂ ആണ്. പിന്നെ അത്യാവശ്യം കോടയുണ്ട് സൈഡിൽ. അപ്പോൾ റാണി ചെറിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതാണ് ഈ ട്രക്കിൻ്റെ ഗുണം. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ബന്ദാജെ ഫാൾസിലേക്ക് പോവുകയാണ്. ഈ വന്ന വഴി കുറച്ച് ദൂരം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് പോകണം. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് നടക്കാം. ബന്ദാജെ ഫാൾസിൻ്റെ അടിപൊളി കുറച്ച് വ്യൂ നമുക്ക് കാണാം. നമ്മളെ ടീമൊക്കെ നടന്നു പോകുന്നുണ്ട് കണ്ടോ. നമ്മൾ ഇനി ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ബന്ദാജയിലേക്ക് പോകണം. നമ്മളെല്ലാവരും അവിടെ എത്തി. നമ്മളൊരു 16 ആൾക്കാരുണ്ട്. കുറച്ച് നമ്മൾ അഡ്വഞ്ചറസ് പ്രേമികൾ വേറൊരു വഴി വെട്ടാൻ പോവുകയാണ്. ഇതിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെ ഓൾ ട്രയൽസ് ആപ്പിൽ കാണിക്കുകയാണ്. അപ്പം നമ്മൾ ഈ വഴി എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വഴി കാണാം. നമ്മൾ കുറച്ചും കൂടി മുന്നിൽ എത്തും. കണ്ടോ, അടിപൊളി വഴിയാണ്. ഇവിടുത്തെ വ്യൂ നോക്കിയാൽ ഫുൾ കോടയും. നമ്മൾ നേരെ മുകളിൽ നിന്ന് കണ്ട ആ കാടാണ് ഇത്. ഈ കാട് നമ്മൾ നേരത്തെ ആ ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കണ്ട ആ കാടിൻ്റെ സൈഡിലൂടെയുള്ള വഴിയാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ ബന്ദാജെ ഫാൾസിൻ്റെ കുറച്ച് മുന്നിലുള്ള റോഡല്ല വഴിയിൽ നമ്മൾ എത്തിക്കും. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ്. ഏട്ടൻ എന്തൊക്കെയോ തത്വങ്ങൾ പറയുന്നിട്ട് അവിടെ ചെറിയ ഷോർട്ട് കട്ട്, ഭയങ്കര ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. അവിടെ കോണിങ്ങനെ ഒന്ന് കയറുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ട്രക്കിംഗ് ടീം. ഇത് എവിടെ നോക്കിയാലും സീനറി അല്ലേ, നല്ല അടിപൊളി. ഇതൊക്കെ കോട ഒന്ന് കയറുന്നുണ്ടോ. ഇതുണ്ടോ, അങ്ങ് കണ്ട മലയാണ് നമ്മൾ കയറി വന്നത്. അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വന്ന് ഇങ്ങ് പോവാണ്. അപ്പോൾ ഈ ട്രയലിൻ്റെ ബന്ദാജയുടെ ട്രയലിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന എന്താ പറയുക ഗ്രീനറീസാണ്. നമ്മൾ പോകുന്ന ഏത് സൈഡിലും നമുക്ക് ഗ്രീനറിയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഈ ട്രയൽസിലും മൊത്തം നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റും. ഇവിടെ ഈ ഏരിയയിലൊക്കെയാണ് കുതിരമുക്ക് റേഞ്ചാണ് ഇതൊക്കെ വരുന്നത്. കുതിരമുക്ക് ട്രക്കായാലും നേത്രാവതി ആയാലും ആ ഒരു കുറച്ചുള്ള ആ സ്ട്രെച്ചിലാണ് എനിക്കൊരു കുറച്ചും കൂടി പച്ചപ്പ് തോന്നിയത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ട്രയൽസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുതൽ അവസാനം വരെ നമുക്കിങ്ങനെ ഈ വ്യൂ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. കാരണം വലിയ കയറ്റവും ഇറക്കവും ഇല്ല, ചെറിയ കയറ്റവും ഇറക്കം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിക്കാം. ഇപ്പോൾ കുതിരമുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ അതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക, വ്യൂ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കണ്ടോ, ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ സൈഡിലൂടെ നടന്ന് നമുക്ക് ട്രക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. അതാണ് ഇതിനെ മനോഹരമാക്കുന്നത് ആക്ച്വലി, അതാണ് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് കൂടുതൽ ഇതേപോലെയുള്ള വേറെ സ്ഥലങ്ങളോ നല്ലൊരു ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യും. അതിൻ്റെയൊക്കെ പോയിട്ട് നമുക്ക് ട്രക്കിംഗ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ബന്ദാജെ ഫാൾസ് എത്താറായി. ഈ കാണുന്നത് കണ്ടോ, ഈ സ്ട്രെച്ച് നമ്മളിപ്പം കയറണം. ഇത് നല്ല കല്ലൊക്കെ ആയിട്ടുള്ള സ്ട്രെച്ചാണ്, പാറയാണ് ബേസിക്കലി. ഈ പാറയുടെ ഒരു നല്ല സ്ട്രെച്ചാണ്. കണ്ടോ, ഈ ഇറക്കം കുറച്ച് ചലഞ്ചിങ് ആണ്, കുറച്ച്
ചലഞ്ച് എന്താ പറയുക സ്ട്രെങ്ത്തൊക്കെ മുട്ടിന് വേണം, കൊടുക്കേണ്ടതാണ് പവറൊക്കെ. ഫൈനലി നമ്മൾ എത്താൻ പോവാണ്. വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന വെള്ളമാണ് കാണുന്നത് അങ്ങ് ദൂരെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്തിട്ട് കുറച്ച് മുന്നോട്ടേക്ക് പോകാനുണ്ട്. ഇല്ലണ്ടോ ഈ കാടിനകത്തു നിന്നാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ വെള്ളം. അത് ഒരു വലിയ വാട്ടർഫാൾസ് ആയിട്ട് താഴേക്ക് പതിക്കുക ചെയ്യാം. അപ്പം അങ്ങ് ദൂരെ കാണാം, അതാണ് അതിൻ്റെ പോയിന്റ്, ഫൈനൽ എന്താ പറയുക ട്രക്കിങ്ങിൻ്റെ ലാസ്റ്റ് പോയിന്റ്. അവിടെ നിന്നാണ് അത് താഴേക്ക് പതിക്കണേ. അപ്പോൾ ഈ വാട്ടർഫാൾസിൻ്റെ മുകളിലാണ് നമ്മൾ എത്തുക ഈ ട്രക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പം എന്തായാലും മുന്നോട്ടേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മളെത്തിയ ഫൈനൽ പോയിന്റിലെത്തി. ഇതാണ് ആ പോയിന്റ്, നമ്മളെ ട്രക്കിങ്ങിൻ്റെ ഡെസ്റ്റിനേഷൻ. 7 കിലോമീറ്ററാണ് ഇവിടത്തേക്ക് ട്രക്കിങ്, വൺ സൈഡ്. 7 കിലോമീറ്റർ തിരിച്ച് നമുക്കിനി ഈ വന്ന വഴിയൊക്കെ നടക്കണം. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഇവരൊക്കെ ട്രക്ക് ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ബന്ദാജെ വാട്ടർഫാൾസ് താഴേക്ക് പതിക്കുന്നത്. ഈ വ്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ വാട്ടർഫാൾസിന് കാണാൻ പറ്റും. കണ്ടോ, വാട്ടർഫാൾസ് താഴേക്ക് ഇങ്ങനെ പതിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് താഴേക്ക് പോവുക. ക്ലിപ്പിന് മുകളിലാണല്ലോ കേട്ടോ, ഇതിൻ്റെ താഴെയാണ് വാട്ടർഫാൾസ് പോകുന്നത്. അവിടെ റെയിൻബോ ഉണ്ടാകുന്നുണ്ട്, കണ്ടോ റെയിൻബോ, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും, വീഡിയോയിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ അവിടെ റെയിൻബോ കാണാം. ഇവിടെയുള്ള വേറൊരു വാട്ടർഫോൾസ് ആണ് തൊട്ടടുത്തുള്ള ചെറിയൊരു വാട്ടർഫോൾസ്. നോക്കുക, ഭയങ്കര വലിയ പൊക്കയാണ്, വീണ തീർന്നു. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ. ഫുഡ് കഴിക്കാൻ നമ്മളിപ്പം ഈ വാട്ടർഫാൾസിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്ത് വൈബാണ് നോക്കിയാൽ സൗണ്ട്. അത് അവിടെയാണ് വാട്ടർഫോൾസ്. ഇത് കുറച്ച് ഇപ്പം ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ടിഫിൻ ബോക്സ് കാര്യമായി. ഇനിയിപ്പോൾ കുറച്ച് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു 1.5-3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങും. അതാണ് പ്ലാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ വാട്ടർഫാൾസൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് നടക്കുകയാണ്. ഇനിയിപ്പോൾ 7 കിലോമീറ്റർ നമ്മൾ തിരിച്ച് മുന്നോട്ടേക്ക് പോകണം. അവിടെ പോയിട്ട് നമ്മളെ എന്താ പറയുക, അവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഈ ട്രക്ക് എൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നമ്മൾ നടന്ന് കുറച്ച് മുന്നിലെത്തി. കയറുമ്പോൾ എന്താ പറയുക, തിരിച്ച് നടക്കുമ്പോൾ കുറച്ച് സ്പീഡിൽ നടന്നു. നമ്മൾ കുറച്ചും കൂടി പോകാനുണ്ട്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെ നമ്മൾ പിന്നിട്ടു. ജ്യോതിനുണ്ട് മുന്നിൽ, ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട്. ഒരു കയറ്റാണ്, അപ്പം കയറ്റം കയറി വരുന്നത്ര. അപ്പം നമ്മൾ നടന്നിട്ട് കുറേ മുന്നോട്ട് പോയി. ഇപ്പം നമ്മൾ നേരത്തെ രാവിലെ
ഫോട്ടോ ഒക്കെ എടുത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ എത്തി. ഇനി കുറച്ചും കൂടി പോകണം. കുറച്ചും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വൈ ജംഗ്ഷനിലേക്ക് കുറച്ചും കൂടി പോകാനുണ്ട്. അവിടുന്ന് പിന്നെയുണ്ട് ഒരു എങ്ങനെ 2-3 കിലോമീറ്റർ ഇനി പോകാനുണ്ട്. ഹാഫായിട്ടല്ലോ, 7 3:30 പോലും ആയില്ല. അപ്പോൾ ഇത് നമ്മൾ നടന്ന് അവിടെ നിന്നാണ് രാവിലെ നമ്മൾ ഫോർട്ടിലേക്ക് പോയത്. അപ്പം അത് അവിടെ എത്തി, ആ വൈ ജംഗ്ഷനിൽ. ഇപ്പോൾ താഴേക്ക് പോകണം. കട്ടപ്പ നമ്മളുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ഇരുന്ന് ചെറിയൊരു റെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ റെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ട്രക്കിന് വരുമ്പോൾ. അപ്പം പ്രോപ്പറായിട്ട് കയറുമ്പോൾ പോകുമ്പോൾ ചെറിയ ചെറിയ റെസ്റ്റുകൾ എടുത്തിട്ട് പോവാം, വെള്ളവും കുടിക്കാം. ഇതാണ് മെയിൻ സംഭവം. നല്ല ഫ്രഷ് അല്ലേ, ടേസ്റ്റിന് വ്യത്യാസാ. സൂപ്പർ. എന്തായാലും താഴേക്ക് ഇറങ്ങട്ടെ. ഇതാണ് നമ്മളെ എനർജി ബൂസ്റ്റേഴ്സ് ട്രക്കിലെ. ഇതാ അങ്ങനെ നമ്മളിതാ തിരിച്ച് ഇതാ എത്തോറായി. ബോർഡ് കണ്ടു. ഇനിയൊരു 1/2 കിലോമീറ്റർ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റ് ഓഫീസ് എത്തി. അങ്ങനെ നമ്മൾ ബേസിലെത്തി ഏകദേശം. അപ്പം നടന്ന് ഫ്രണ്ട് മുന്നിൽ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്, അവിടെ എത്തണം. അവിടുന്ന് വണ്ടി ഉണ്ട്, ആ വണ്ടി എടുത്തിട്ട് നമ്മൾ ഹോം സ്റ്റേയിലേക്ക് പോകും. ഇന്ന് ഹോം സ്റ്റേയിൽ റെസ്റ്റ് എടുക്കും. ഇതാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് കട്ടയുടെ വണ്ടിയിൽ നമ്മൾ എവിടത്തേക്ക് പോകും? ബാംഗ്ലൂരേക്ക് പോകും. ഇതാണ് പ്ലാൻ. അപ്പോൾ കട്ട എങ്ങനെയുണ്ടായിരുന്നു ട്രക്ക്? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളൊരു എക്സ്പീരിയൻസ് പറഞ്ഞേ. ട്രക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര ഈസി ആയിരുന്നു. അതെ, ഇറക്കായിരുന്നു, ഫുള്ള് ഇറക്കം, കാട്ടിൻ്റെ ഉള്ളിലോടെല്ലാം നടത്താം. അതെ, അപ്പോൾ ഈസി ആയിട്ട് എത്തി. അവസാനത്തെ ഇറക്കം കുറച്ച് മുട്ടിന് പണിയൊക്കെ ഉണ്ടെങ്കിലും എന്ന് വിചാരിച്ചെങ്കിലും ഓക്കെ. അതെ, പക്ഷെ തിരിച്ചിങ്ങോട്ട് പകുതിയോളം നല്ല കയറ്റാ. അതാണ് ഈ ട്രക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോകുന്ന വഴിക്ക് നല്ല ഇറക്കം, നല്ല സുഖമായിട്ട് അങ്ങോട്ട് പോകും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഫുള്ള് കയറ്റാം. സാധാരണ നമ്മളെല്ലാം കാണുന്നത് നമ്മൾ കയറി മുകളിൽ പോയിട്ട് വ്യൂ കാണുമല്ലോ ഇത് അതിൻ്റെ നിന്ന് വ്യത്യസ്തമാണ്. അതാണ് ഈ ട്രക്കിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചെറുതായി വീണ് കൈ ഒന്ന് പണി കിട്ടി, വേനയുണ്ട്. അപ്പോൾ പകുതി ദൂരം തിരിച്ചു വരുമ്പോൾ കയറ്റം, അത് കഴിഞ്ഞ് കുറേ സ്ട്രെയിറ്റ് റോഡ്, സ്ട്രെയിറ്റ് ടെറൈൻ, പിന്നെ താഴേക്ക് കുറച്ച് ഇറക്കം. അങ്ങനെ അവസാനം നമ്മൾ എത്തി. അതെ, നമ്മളിനി കുറച്ച് കൂടി നടക്കട്ടെ, പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ നോക്കണം. അപ്പോൾ ഒരു 7 കിലോമീറ്ററാണ്. 7 14 കിലോമീറ്റർ വരും നമുക്ക് ഏകദേശം. നമുക്ക് ഈ ട്രക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുന്നവർ ഇവിടെ ബുക്ക് ചെയ്യണം. എത്ര ബുക്കിൻ്റെ ഫീസ് അറിയോ? അറിയില്ല, അത് ഞാൻ നോക്കിയില്ല. നമ്മൾ എല്ലാവരും കൂടി ബൾക്കായിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് വെക്കാം, എത്രയാണ് ഡിസ്ക്രിപ്ഷനിൽ. സാധാരണ ട്രക്ക് ചെയ്യുന്നവർക്ക് ഇത് വലിയ ട്രക്കല്ല, പക്ഷേ ഇതിൻ്റെ ബ്യൂട്ടി എന്താ പറയുമോ, നമ്മൾ ട്രക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എല്ലാം രണ്ട് സൈഡും നമുക്ക് നല്ല വ്യൂ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് കയറ്റോ ഇറക്കവും കുറവായതുകൊണ്ട് ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതാണ് ഈ ട്രക്കിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ മൺസൂൺ ടൈം കഴിഞ്ഞപാട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഫുള്ള് പച്ചപ്പും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എൻ്റെ ഒരു ഇത് എങ്ങനെയാണ് അല്ലേ, സെപ്റ്റംബർ ഒക്ടോബർ ആയിരിക്കും നല്ല. മഴ തീരുന്നതോട് കൂടി അതെ അടിപൊളിയാവും. മഴ ഉണ്ടാകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവും, കാരണം നല്ല മണ്ണൊക്കെ സ്ലിപ്പറി മണ്ണാണ്. അപ്പം സ്ലിപ്പ് കിട്ടിയിട്ട് ഇഞ്ചുറിയൊക്കെ കിട്ടാനുള്ള ഇതുണ്ട്. അപ്പോൾ അത് സെപ്റ്റംബർ ഒക്ടോബർ ചെയ്യുന്നതായിരിക്കും അടിപൊളി ബെറ്റർ. പിന്നെ മഴ എൻജോയ് ചെയ്ത് ചെയ്യാനാണെങ്കിൽ ജൂൺ ജൂലൈ ചെയ്തോ, അതും ഓപ്പൺ ആണ് ട്രക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. 2 മണിക്കൂർ 2 മണിക്കൂർ എടുത്തു അല്ലേ തിരിച്ച്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ഒരു 3.5 മണിക്കൂർ ഒക്കെ എടുത്തു അങ്ങോട്ടേക്ക്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ട്രക്കിൻ്റെ എന്താ പറയുക ഈ ട്രക്കിൻ്റെ ഡീറ്റെയിൽസുകൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ, ഒരു നല്ലൊരു ട്രക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചു പോവുകയാണ്. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വേറൊരു ദിവസം കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അപ്പം ബൈ. വണ്ടി എത്തി. ഇനി നമ്മൾ ഹോം സ്റ്റേയിലേക്ക്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.